അപ്പോൾ ഉള്ളിത്തീയലും ചോറും വളരെ വളരെ ട്രഡീഷണലായിട്ടുള്ള അങ്ങേയറ്റം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉള്ളിത്തീയൽ. അപ്പോൾ ഏതും നമ്മൾ തീയൽ വയ്ക്കും, പക്ഷേ ഉള്ളിത്തീയൽ ഇസ് വെരി വെരി സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ചോറ് നല്ല ഈ ചുമന്ന ചോറൊക്കെയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട്. പിന്നെ തേങ്ങയാണ് വേണ്ടത്. വളരെ ഈസിയാണ്. തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന അതീവ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഉള്ളിത്തീയൽ. ഇനി ഇത് അരിഞ്ഞെടുക്കാം. അതൊരു ഒത്തിരി അങ്ങ് കുഞ്ഞു കഷ്ണമൊന്നും ആക്കണ്ട. അത് ഒരു 2-3 കഷ്ണമാക്കി ഇങ്ങനെ നേരെ അരിയണേ. ഈ വട്ടത്തിലല്ല, ചരിച്ച് നേരെ അരിയണം. ഇതേപോലെ വേണം ഉള്ളി അരിയാനായിട്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് നമ്മുടെ അരിക്ക്, കുറച്ച് തേങ്ങാക്കൊത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ആ രീതിയിലാണ് ഞാൻ ഉള്ളിത്തീയൽ വെക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇടുവോ ഇടായിരിക്കും, അങ്ങനെ ഓരോ വീട്ടിലും ഓരോ തരത്തിലല്ലേ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചട്ടി അടുപ്പ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുകൊന്നും ഞങ്ങൾ വറക്കാറില്ല കേട്ടോ തീയലിന്. ആദ്യം തേങ്ങാക്കൊത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. അതായത് ചുമപ്പ് കളറൊന്നും ആവുന്നവരെ വേണ്ട, ചെറിയ ഒരു ഇതായിട്ട്. ഇതിലേക്ക് ഉള്ളി മുളകും അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വേണ്ട, നല്ല പോലെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയാൽ മതിയാവും. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. ഉള്ളി വഴണ്ടുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയ്ക്കകത്ത് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളിയും ചേർക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് തേങ്ങ ചുമന്ന നിറമാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ പരുവം. കറിവേപ്പില, ഞാൻ കുറച്ച് കറിവേപ്പില കൂടുതലിടുന്നുണ്ട്. കറിവേപ്പില ഒരുപാട് നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതലും ഇട്ട് വഴറ്റാറാണ് പതിവ്. വഴറ്റുമല്ല, വറക്കും. ആദ്യം ഇത്തിരി തീ കൂട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് വറുത്ത്, അതായത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ട് വറുത്താൽ നമുക്ക് എളുപ്പം തേങ്ങ വറുത്തെടുക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് പൊടികളങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ ഒരു തീയിലും ചൂടിൽ മതി പൊടിയൊന്ന് ചൂടായി കിട്ടാനായിട്ട്. ഉള്ളി ഇതേ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കണം. അതായത് അങ്ങ് പച്ച കടിക്കരുത്, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അത് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തീ കത്തിച്ചിട്ട് ഈ ഉള്ളി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ, ഉള്ളി ആവശ്യത്തിന് വഴറ്റിയിട്ട്. അപ്പോൾ അത് തീ കത്തിച്ച് ശേഷം ഈ അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ നമ്മളിനി ഇത് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കണം. വേവിച്ചെന്ന് പറഞ്ഞാൽ തിളപ്പിച്ചെടുക്കുക, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ തീയലിനെടുക്കുന്ന തേങ്ങ പച്ചത്തേങ്ങയല്ല എടുക്കേണ്ടത് കേട്ടോ, കുറച്ച് ഒരു ഉണങ്ങിയ തേങ്ങയാണ് എടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിവിടെ ചെറിയ തീയിലിരുന്ന് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞതൊഴിക്കാം. പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിക്കാം. തക്കാളിയൊന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഉപ്പൊക്കെ നോക്കാം, കറക്റ്റാണെന്ന്. കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്താണല്ലോ, നോക്കിയിട്ട് അത് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കാം. തീ വളരെ കുറച്ച് വേണം. പൊഴിച്ച് കറിയല്ല തീയൽ, ഒരു സൈഡിൽ വെക്കുന്ന ഒരു സൈഡ് കറി. അപ്പോൾ തൊടി കറി എന്നാണ് നമ്മളതിന് പറയാറ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റണം കേട്ടോ. ഇതല്ല അതിൻ്റെ കൺസിസ്റ്റൻസി, ഇച്ചിരി വറ്റണം. നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇല്ലേ, അതുപോലെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ തീയലുണ്ടാകുന്നത്. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില, നമ്മൾ കറിവേപ്പില ഇഷ്ടംപോലെ ഇട്ട് വറുത്തരച്ചതാണ്, എന്നാലും ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി നാടൻ ഉള്ളിത്തീയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.